സുഭാഷിതങ്ങൾ 19 അധ്യായം 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. സത്യസന്ധനായ ദരിദ്രൻ ദുർഭാഷണം ചെയ്യുന്ന ഭോഷനേക്കാൾ ശ്രേഷ്ഠനാണ്. വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല. തിടുക്കം കൂട്ടുന്നവനെ വഴിതെറ്റുന്നു. സ്വന്തം ഭോഷത്വമാണ് നാശത്തിലെത്തിക്കുന്നത്. എന്നിട്ടും ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ടു ജ്വലിക്കുന്നു. സമ്പത്ത് അനേകം പുതിയ സ്നേഹിതനെ നേടുന്നു. ദാരിദ്ര്യം ഉള്ള സ്നേഹിതരെ പോലും അകറ്റുന്നു. കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. കള്ളം പറയുന്നവൻ രക്ഷപ്പെടുകയില്ല. ഉദാരമനസ്കന്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു. സമ്മാനങ്ങൾ കൊടുക്കുന്നവന് എല്ലാവരും സ്നേഹിതരാണ്. സഹോദരർ പോലും ദരിദ്രനെ വെറുക്കുന്നു. പിന്നെ സ്നേഹിതർ അവനിൽ നിന്ന് അകന്നു മാറാതിരിക്കുമോ? അവൻ നല്ല വാക്കുകൾ പറഞ്ഞ് അവരുടെ പിറകെ പോകുന്നെങ്കിലും അവർ വശപ്പെടുന്നില്ല. ജ്ഞാനം നേടുന്നത് തന്നെ സ്നേഹിക്കലാണ്. വിവേകം കാത്തു സൂക്ഷിക്കുന്നവന് ഐശ്വര്യമുണ്ടാകും. കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. വ്യാജം പറയുന്നവൻ നശിക്കും. ഭോഷൻ സുഭിക്ഷത അർഹിക്കുന്നില്ല. പ്രഭുക്കന്മാരെ ഭരിക്കാൻ അടിമയ്ക്ക് അത്ര പോലും അർഹതയില്ല. സദ്ബുദ്ധി ക്ഷപ്രകോപത്തെ നിയന്ത്രിക്കും. തെറ്റ് പൊറുക്കുന്നത് അവൻ ദൂഷണം. രാജാവിൻ്റെ കോപം സിംഹർജം പോലെയാണ്. അവൻ്റെ പ്രീതിയാവട്ടെ പുൽക്കൊടിയിലെ മഞ്ഞുതുള്ളി പോലെയും. ഭോഷനായ പുത്രൻ പിതാവിനെ നശിപ്പിക്കുന്നു. ഭാര്യയുടെ കലകം തുടർച്ചയായ ചാറ്റൽ മഴ പോലെയാണ്. വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി കിട്ടുന്നു. വിവേകവതിയായ ഭാര്യയാവട്ടെ കർത്താവിൻ്റെ ദാനമാണ്. അലസത ഒരുവനെ ഗാഠനിദ്രയിലാഴ്ത്തുന്നു. മടിയന് പട്ടിണി കിടക്കേണ്ടി വരും. കൽപ്പന പാലിക്കുന്നവൻ ജീവൻ സംരക്ഷിക്കുന്നു. ഉപദേശത്തെ നിന്ദിക്കുന്നവൻ മൃതിയടയും. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്. അവിടുന്ന് ആ കടം വീട്ടും. നന്നാകുമെന്ന് പ്രതീക്ഷയുള്ളപ്പോൾ നിന്റെ മകനെ ശിക്ഷിക്കുക. അവൻ നശിച്ചു പോയിക്കൊള്ളട്ടെ എന്ന് കരുതരുത്. കഠിനമായി കോപിക്കുന്നവൻ പിഴ ഒടുക്കേണ്ടി വരും. കോപാശീലിനെ രക്ഷിക്കാൻ നോക്കിയാൽ അത് ആവർത്തിക്കേണ്ടി വരും. ഉപദേശം കേൾക്കുകയും പ്രബോധനം അംഗീകരിക്കുകയും ചെയ്യുക, നീ ജ്ഞാനിയാകും. മനുഷ്യൻ പലതും ആലോചിച്ചു വയ്ക്കുന്നു. നടപ്പിൽ വരുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ്. ആരിലും നാം പ്രതീക്ഷിക്കുന്നത് സത്യസന്ധയാണ്. ദരിദ്രൻ നുണയനേക്കാൾ ഉത്തമനാണ്. ദൈവഭക്തി ജീവനിലേക്ക് നയിക്കുന്നു. ഭക്തൻ ഉപദ്രവം നേരിടാതെ സംതൃപ്തനായി കഴിയുന്നു. അലസൻ കൈ പാത്രത്തിൽ അമഴ്ത്തി വയ്ക്കുന്നു. അത് വായിലേക്ക് കൊണ്ടുചെല്ലാൻ അവന് പ്രയാസമാണ്. പരിഹാസകൻ പ്രഹരം ഏൽക്കുന്നത് കണ്ട് അല്പബുദ്ധികൾ വിവേകം പഠിക്കും. ബുദ്ധിയുള്ളവൻ ശാസനം കൊണ്ട് തന്നെ വിജ്ഞാനം നേടും. പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനം അധിക്ഷേപവും വരുത്തി വയ്ക്കുന്നു. മകനെ ജ്ഞാനത്തിൻ്റെ വചനത്തിൽ നിന്ന് വ്യതിചലിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രബോധനം ചെവിക്കൊള്ളാതിരിക്കൂ. വിലകെട്ട സാക്ഷി നീതിയെ നിന്ദിക്കുന്നു. ദുഷ്ടന്റെ വായി അന്യായത്തെ വിഴുങ്ങുന്നു. പരിഹാസകർക്ക് ശിക്ഷാവിധിയും ഭോഷന്മാരുടെ മുതുകിന് പ്രഹരവും സജ്ജവുമായിരിക്കുന്നു. സുഭാഷിതങ്ങൾ 20 അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ്. അവയ്ക്ക് അടിമപ്പെടുന്നവൻ വിവേകമില്ല. രാജാവിൻ്റെ ഉഗ്രകോപ സിംഹർജനം പോലെയാണ്. അവനെ പ്രകോപിക്കുന്നവൻ ജീവൻ അപകടത്തിലാക്കുന്നു. കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ബഹുമതിയാണ്. ഭോഷന്മാർ ഷണ്ട കൂടിക്കൊണ്ടേയിരിക്കും. അലസൻ ഉഴവുകാലത്ത് നിലമൊരുക്കുന്നില്ല. കൊയ്ത്തുകാലത്ത് തേടി നടക്കും. ഒന്നും ലഭിക്കുകയില്ല. മനസ്സിലുള്ള ആലോചന അഗാധമായ ജലം പോലെയാണ്. ഉൾക്കാഴ്ചയുള്ളവന് അത് കോരിയെടുക്കാം. തങ്ങൾ വിശ്വസ്തരെന്ന് പലരും കൊട്ടിഘോഷിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വസ്തനായ ഒരുവനെ ആർക്ക് കണ്ടെത്താൻ കഴിയും? സത്യസന്ധതയിൽ ചരിക്കുന്ന നീതിമാന്റെ പിൻതലമുറകൾ അനുഗ്രഹപ്പെട്ടതാണ്. ന്യായാസനത്തിലിരിക്കുന്ന രാജാവ് നോട്ടം കൊണ്ട് എല്ലാ തിന്മകളെയും പറ്റി കൊഴിക്കുന്നു. ഹൃദയം നിർമ്മലമാക്കി പാപത്തിൽ നിന്ന് ശുദ്ധി നേടിയിരിക്കുന്നു എന്ന് പറയാൻ ആർക്ക് കഴിയും? വ്യാജമായ തൂക്കങ്ങളും അളവുകളും ഒന്നുപോലെ കർത്താവ് വെറുക്കുന്നു.
തങ്ങളുടെ സ്വഭാവം നിർദോഷവും നീതിയുക്തവുമാണോ എന്ന് ശിശുക്കൾ പോലും സ്വന്തം പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുന്നു. കേൾക്കാൻ ചെവിയും കാണാൻ കണ്ണും കർത്താവാണ് ഇവ രണ്ടും സൃഷ്ടിച്ചിരിക്കുന്നത്. ഉറക്കത്തിന് അടിമയാകരുത്, ദാരിദ്ര്യം നിന്നെ പിടികൂടും. ജാഗ്രത പാലിക്കുക, നിനക്ക് ധാരാളം ആഹാരം ലഭിക്കും. വാങ്ങുമ്പോൾ മോശം മോശം എന്നൊരുവൻ പറയുന്നു, വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ അവൻ തന്നെ പ്രശംസിക്കുന്നു. സ്വർണവും വിലയേറിയ രത്നങ്ങളും സുലഭമാണ്, എന്നാൽ ജ്ഞാനവചസ് അമൂല്യ രത്നമത്രേ. അന്യന് ജാമ്യം നിൽക്കുന്നവൻ്റെ കുപ്പായം കൈവശപ്പെടുത്തിക്കൊള്ളുക. പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക. വഞ്ചനയിലൂടെ നേടിയ ആഹാരം ആദ്യം മധുരിക്കുന്നു, പിന്നീട് വായിൽ ചരൽ നിറയും. ആലോചനയോടെ പദ്ധതി തയ്യാറാക്കുക, ബുദ്ധിപൂർവമായ നിർദ്ദേശമനുസരിച്ച് യുദ്ധം ചെയ്യുക. ഏഷണിക്കാരൻ രഹസ്യങ്ങൾ പുറത്തുവിടുന്നു, ബുദ്ധിശൂന്യമായി സംസാരിക്കുന്നവനുമായി സംസർഗമരുത്. അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. തിടക്കത്തിൽ കൈവശപ്പെടുത്തിയ സ്വത്ത് അവസാനം അനുഗ്രഹമായിരിക്കുകയില്ല. തിന്മയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് പറയരുത്. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. കള്ളത്തൂക്കം കർത്താവ് വെറുക്കുന്നു, കള്ളത്രാസും നന്നല്ല. മനുഷ്യൻ്റെ കാൽവയ്പ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത്. തൻ്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർദ്ദന് കഴിയുമോ? ഇത് വിശുദ്ധമാണ് എന്ന് പറഞ്ഞ് തിടുക്കത്തിൽ വഴിപാട് നേരുകയും പിന്നീട് മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് ഒരു കെണിയാണ്. ജ്ഞാനിയായ രാജാവ് ദുഷ്ടരെ പറത്തി കളയുന്നു, അവരുടെ മേൽ രഥചക്രം പായിക്കുന്നു. മനുഷ്യചേതന കർത്താവ് കൊളുത്തിയ വിളക്കാണ്, അത് അവൻ്റെ ഉള്ളറകൾ പരിശോധിക്കുന്നു. ദയയും വിശ്വസ്തയും രാജാവിനെ സംരക്ഷിക്കുന്നു. നീതി അവൻ്റെ സിംഹാസനം ഉറപ്പിക്കുന്നു. യുവാക്കളുടെ മഹത്വം അവരുടെ കരുത്താണ്, നരച്ച മുടി വൃദ്ധരുടെ അലങ്കാരവും. മുറിപ്പെടുത്തുന്ന താണ്ഡനങ്ങൾ ദുശ്ശീലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു.